പത്തരമാറ്റ് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ദേവയാനി നായനെയും ഒന്നിക്കുന്നതോടുകൂടി തന്നെ ദേവയാനി ഒരു മുട്ടൻ പണി തന്നെ അനാമികക്കും രേവതിക്കും വേണുവിനും കൊടുക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ദേവയാനി നായനെയും ഒന്നായിരിക്കുന്നെങ്കിൽ പോലും അവർ രണ്ടുപേരും ചേർത്തിട്ട് മറ്റൊരു നാടകം കളിക്കാണ്. അവർ രണ്ടുപേരും തമ്മിൽ ഒന്നിച്ചു എന്ന കാര്യം മറ്റാരെയും അവർ അറിയിക്കുന്നില്ല. അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് ദേവേണ്ട മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നയനോട് പറഞ്ഞുകൊണ്ട് തന്നെ നയനെ കെട്ടിപ്പിടിച്ച് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തമ്മിൽ തുറന്നു പറഞ്ഞെങ്കിൽ പോലും ഈ കാര്യങ്ങളൊന്നും തന്നെ പുറമേ അറിയിച്ചിട്ടുണ്ടാവില്ല. ദേവയാനും നയനയും ഒരുമിച്ചു എന്ന കാര്യം അവർ രണ്ടുപേരുമല്ലാതെ മറ്റാരും തന്നെ അറിഞ്ഞിട്ടില്ല. അവാർഡ് ദാന ഫംഗ്ഷനിൽ ദേവയാനി പങ്കെടുത്ത ഫോട്ടോസും വീഡിയോസും ഒന്നും പുറത്തു വിടരുതെന്ന് ദേവയാനി പ്രത്യേകം സംഘാടകരോടൊക്കെ പറഞ്ഞിരുന്നു. നയന അവാർഡ് വാങ്ങിക്കുന്നതിന്റെ ഫോട്ടോസും വീഡിയോസും മാത്രമേ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നന്ദാവനത്തിലുള്ളവരും അനന്തപുരിയിലുള്ളവരും ആരും തന്നെ അറിഞ്ഞിട്ടില്ല കേട്ടോ അമ്മായിയമ്മയും മരുമകളും ഒന്നിച്ചു എന്ന കാര്യം. ഇവർ രണ്ടുപേരും തമ്മിൽ ഒന്നായി എന്ന കാര്യം മനസ്സിലാക്കാതെയായിരിക്കട്ടോ ദേവേനെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ നയനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അനാമികയും ജലജയും ജാനകിയൊക്കെ ശ്രമിക്കുന്നത്. എന്നാൽ എല്ലാം ഒപ്പിച്ചു വെക്കുന്നതിന്റെ അവസാന സ്റ്റേജിൽ നയനെ രക്ഷിച്ചുകൊണ്ട് തന്നെ ദേവേനെ എല്ലാം അങ്ങ് പൊളിച്ചടക്കി കയ്യിൽ കൊടുക്കുന്നുണ്ട്. ദേവേനും നയനയും ഒന്നായതിനു ശേഷം അവർ രണ്ടുപേരും ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് അന്നത്തെ ആ ഒരു ദിവസം അവർ രണ്ടുപേരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ്. രണ്ടുപേരും പുറത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തമ്മിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അന്നത്തെ ദിവസം ഫുള്ള് കറങ്ങലൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും രണ്ട് വണ്ടിയിലായിട്ടായിരിക്കട്ടെ തിരിച്ച് അനന്തപുരി വീട്ടിലേക്ക് വരുന്നത്. നയന അവിടെ നിന്നും നേരെ ആദർശിന്റെ ഓഫീസിലേക്ക് പോകുന്ന സമയത്തിന് ദേവയാനി നേരെ തിരിച്ച് അനന്തപുരി വീട്ടിലേക്ക് വരും. ദേവയാനി നല്ല പരിഭ്രമത്തോടു കൂടി തന്നെ അനന്തപുരി വീട്ടിലേക്ക് കയറി വരുന്ന സമയത്തിന് അനാമികയും ജാനകിക്ക് അങ്ങോട്ടേക്ക് വരും. അനാമിക ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു വല്യമ്മേ അവാർഡ് ദാന ചടങ്ങ് എന്ന് ചോദിക്കും. അപ്പോൾ ദേവയാനി പറഞ്ഞിട്ട് എന്നെ അവൾ നിർബന്ധിച്ച് കൊണ്ടുപോയതല്ലേ എന്ന് പറയുന്ന സമയത്തിന് അനാമിക പറഞ്ഞിട്ട്, വല്യമ്മേ ഇതൊക്കെ അവളുടെ ഒരു ട്രാപ്പായിരുന്നു. അന്നേരം ദേവയാനി പറഞ്ഞിട്ട്, അതേ മോളെ അവൾക്ക് എന്നെ എങ്ങനെയെങ്കിലും ആ ഒരു ഫംഗ്ഷന് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ വലിയ ആളാണെന്ന് എൻ്റെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെ അവൾ നിർബന്ധിച്ച് കൊണ്ടുപോയതല്ലേ, ഇത് ശരിക്കും അവളുടെ ട്രാപ്പായിരുന്നു എന്ന് പറയും. അന്നേരം ജലജ പറഞ്ഞിട്ട്, അല്ലെങ്കിലും അവൾക്ക് എന്തൊരു അഹങ്കാരമാണ്, ഇത്ര വലിയൊരു അവാർഡ് അവൾക്ക് കിട്ടുന്ന സമയത്തും അവൾ എന്താ പറഞ്ഞത് അവളത് വാങ്ങിക്കാൻ പോകുന്നില്ലെന്ന്. ഏട്ടത്തിയുടെ ഫ്രണ്ട്സ് അവിടെ ഉള്ളത് കൂട്ടത്തിന് ഏട്ടത്തിയെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് അവൾ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു കൂട്ടത്തിന് ജലജ എങ്ങനെ നയനയെ കുറ്റപ്പെടുത്തി സംസാരിക്കും. എന്തായാലും ഇപ്പോൾ അവൾ വാശി പിടിച്ചതുപോലെ അവളുടെ ആഗ്രഹം അങ്ങ് സാധിച്ചില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ജാനകി പറയുന്നുണ്ട്, ശരിയാണ്, ഏട്ടത്തി ആയതുകൊണ്ട് മാത്രമാണ് അവളുടെ വാക്കും കേട്ട് അവളുടെ പുറകെ പോകാൻ നിന്നത്. ഞാനാണ് ഏട്ടത്തിയുടെ സ്ഥാനത്തെങ്കിൽ അവൾ ആ അവാർഡ് വാങ്ങിച്ചില്ലെങ്കിൽ പോലും ഞാൻ ഒരിക്കലും ആ ഫംഗ്ഷന് പോവില്ലായിരുന്നു. അവൾ ഈ പറയുന്നതനുസരിച്ച് അവളുടെ താളത്തിനൊക്കെ തുള്ളാൻ ഏട്ടത്തിക്കുന്ന നാണമില്ലേ എന്നൊക്കെ ചോദിക്കാട്ടെ ജാനകി. അന്നേരം ദേവയാനി പറഞ്ഞിട്ട്, അതൊക്കെ നിർത്തി ജാനകി, ഇനി അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവൾ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് ഞാൻ നാണം കെടുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് എനിക്ക് പോവാതെ മറ്റ് നിവൃത്തിയില്ലായിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നാണം കെടണ്ട എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ പോയതെന്നൊക്കെ പറയും. അന്നേരം അനാമിക ചോദിക്കുന്നത്, അല്ല എങ്ങനെയുണ്ടായിരുന്നു ഫംഗ്ഷൻ വല്യമേ, അവിടെ വെച്ച് എല്ലാവരും അവളെ പുകഴ്ത്തിയോ എന്ന് ചോദിക്കും. വീഡിയോസും ഫോട്ടോസൊന്നും കാര്യമായിട്ട് കണ്ടില്ല, അവൾ അവിടെ കടന്ന് ഒരുപാടങ്ങ് നെഗളിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ദേവേനി പറയുന്നത്, പിന്നല്ലാതെ അവൾക്ക് ആ സ്റ്റേജിൽ കയറിയ സമയത്ത് എത്രമാത്രം അഹങ്കാരമായിരുന്നു എന്നറിയോ. ഞാൻ ഏതായാലും അത് നോക്കാനും നിന്നില്ല, അവളോട് സംസാരിക്കാനും നിന്നില്ല. ഏതായാലും ഫംഗ്ഷന് പോയതല്ലേ എന്ന് വിചാരിച്ച് എൻ്റെ കൂട്ടുകാരി ഗ്രേസി എന്ന് കണ്ട് ആൻമേരി എന്ന് കണ്ട് അവിടെ നിന്ന് തല കാണിച്ച് തിരിച്ചിങ്ങ് പോവുകയും ചെയ്തു. അവൾ അവിടെ ചെന്നിട്ട് അവാർഡ് വാങ്ങിക്കുക, പ്രസംഗിക്കുക, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കട്ടെ, അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ദേവേനെ അവിടെ നിന്നങ്ങ് പോവാൻ നോക്കുന്ന സമയത്തിന് ജലജി ചോദിക്കുന്നുണ്ട്, അല്ലേ ഏട്ടത്തി, എന്നിട്ട് അവളെവിടെ? ആ അവാർഡ് ജേതാവിന് അവാർഡ് വാങ്ങിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് കണ്ടില്ലല്ലോ, അവൾ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്തിന് ദേവേനെ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ അധിക നേരം അവിടെ നിൽക്കാനൊന്നും നിന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് പോന്നു, അവൾ അവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് ദേവേനെ നേരെ അകത്തേക്ക് കയറി ചെല്ലാണ്. കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കട്ടെ അനന്തപുരിയിലേക്ക് നയന വരുന്നത് കാണുന്ന സമയത്തിന് ജലജയും ജാനകിയും അനാമിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നയനോടായിട്ട് അനാമിക പറഞ്ഞിട്ട്, ഒന്ന് നിന്നെ കണ്ടു കുറച്ച് ഫോട്ടോസൊക്കെ നീ ഇങ്ങനെ അവാർഡൊക്കെ വാങ്ങിക്കുന്നത്, നീ അവാർഡ് വാങ്ങിക്കുന്ന സമയത്ത് എന്തായിരുന്നു നിന്റെ മുഖത്തൊരു അഹങ്കാരം, എന്തായിരുന്നു ഗമ എന്നൊക്കെ പറയുന്ന സമയത്തിന് നയന പറഞ്ഞിട്ട്, അതെ ആ അവാർഡ് എനിക്ക് കിട്ടിയതിൽ എനിക്ക് ഒത്തിരിയധികം സന്തോഷമുണ്ട്, നിങ്ങൾക്കാർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നയന അകത്തേക്ക് കയറി വരുന്ന സമയത്തായിരിക്കട്ടെ അനാമിക നയനയുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു നെക്ലസ് കാണുന്നത്. ജലജി ചോദിക്കുന്നുണ്ട്, എടി എന്താണ് നിന്റെ കഴുത്തിൽ കിടക്കുന്നത്, അത് ശരിക്കും ഡയമണ്ട് മാലയല്ലേ, ഇവിടെ നിന്ന് നീ പോകുന്ന സമയത്ത് അത് നിന്റെ കഴുത്തിലില്ലായിരുന്നല്ലോ, നല്ല വിലയുള്ള ഈ ഡയമണ്ട് നെക്ലസ് എങ്ങനെ നിന്റെ കഴുത്തിൽ വന്നു എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് നയന പറയുന്നുണ്ട്, അതെ ഇത് അവാർഡ് ഫംഗ്ഷനിൽ വെച്ച് എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണെന്ന് പറയുന്ന സമയത്തിന് അനാമികക്കൊരു ഷോക്കായിരിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് ഗിഫ്റ്റായിട്ട് കിട്ടിയതോ, അതും ഇത്ര വിലപിടിപ്പുള്ള ഡയമണ്ട് നെക്ലസോ, ഇത്ര വില കൂടിയ സമ്മാനമൊക്കെ നിനക്ക് തരാൻ മാത്രം അത്ര വലിയ ആസ്തിയുണ്ടോ ആ ക്ലബ്ബുകാർക്ക്? അന്നേരം നയന പറഞ്ഞിട്ട്, അതെ ആസ്തിയുള്ളവർ തന്നെയാണ് എനിക്ക് ഈ സമ്മാനം തന്നത് എന്നൊക്കെ പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കട്ടെ നയന.
അപ്പോൾ ജാനകി പറഞ്ഞിട്ട് മോളെ അത് ചുമ്മാ അവൾ നിന്നെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി പറയായിരിക്കും, അവൾ ഏതെങ്കിലും ഫാൻസി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടതായിരിക്കും അത്. അന്നേരം നയന പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോവാൻ നോക്കുന്ന സമയത്തും അനാമികക്കൊരു സംശയം. അനാമിക വീണ്ടും നയനെ പിടിച്ചു നിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കുന്നത്, എടി പറയടി, ഇത് ലോക്കലാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, ഇത് ഒറിജിനൽ ഡയമണ്ട് നെക്ലസ് തന്നെയാണ്, ഇത് എവിടുന്നാണ് നിനക്ക് കിട്ടിയതെന്ന് ചോദിക്കും. ഇത് നീ ആദർശേട്ടനെ കൊണ്ട് വാങ്ങിപ്പിച്ചതല്ലേ, അല്ലാതെ ഇത് നിനക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്തിൻ്റെ നയന പറയുന്നുണ്ട്, ആര് വാങ്ങിച്ചു തന്നാലെന്താ, എനിക്കിത് ഒത്തിരിയധികം ഇഷ്ടപ്പെട്ടു, പിന്നെ ഇതിൻ്റെ കഴുത്തിൽ കിടന്നിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ, അതുകൊണ്ട് ഇതെൻ്റെ കഴുത്തിൽ കിടന്നോട്ടെ, ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എനിക്ക് സന്തോഷത്തോടു കൂടി വാങ്ങി തന്നതാണെന്നൊക്കെ പറയും. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ വളരെയധികം സ്നേഹത്തോട് എനിക്ക് വാങ്ങിച്ചു തന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള മൂല്യം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നയന നേരെ അകത്തേക്ക് കയറിപ്പോവും. എന്നാൽ കൃത്യമായിട്ട് നയനൊരു മറുപടി പറയാത്തത് കൊണ്ട് തന്നെ അനാമികക്ക് വീണ്ടും അതിൻ്റെ പേരിലൊരു ടെൻഷനാണ്. എന്നിട്ടിങ്ങനെ ചിന്തിക്കുന്നത്, എന്നാലും ഇത്രമാത്രം വില മൂല്യമുള്ള ഡയമണ്ട് നെക്ലസ് ഇവൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾക്ക് വലിയൊരു പുരസ്കാരം തന്നെ കിട്ടി. അതുപോരാതെ എല്ലാവരും അവളെ പുകഴ്ത്തി പറഞ്ഞു, അതൊന്നും പോട്ടേന്ന് വെക്കാം, പക്ഷേ ഇത്ര വിലപിടിപ്പുള്ള ഇത്രമാത്രം ഭംഗിയുള്ള പുതിയ ഡിസൈനുള്ള നെക്ലസ്സൊക്കെ അവൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി, അതും ഡയമണ്ട് നെക്ലസ്. അനാമിക വന്നിട്ട് ഇങ്ങനെ ജാനകിയോട് പറഞ്ഞിട്ട്, അമ്മേ അവൾക്ക് കിട്ടിയ നെക്ലസ് കണ്ടോ, അത് ശരിക്കും ഒറിജിനൽ ഡയമണ്ട് തന്നെയാണ്, അത് ഇവൾക്ക് എവിടെ നിന്ന് കിട്ടിയതായിരിക്കും, അത് ശരിക്കും അവർ ക്ലബ്ബുകാർ തന്നെ കൊടുത്തതായിരിക്കുമോ, അതിനുള്ള ആസ്തിയൊക്കെ അവർക്ക് ഉണ്ടായിരിക്കുമോ, ഇത്രമാത്രം പുകഴ്ത്താൻ മാത്രം അവളുടെ ഡിസൈനിൽ ഇപ്പോൾ എന്താ പ്രത്യേകതയുള്ളത്? അപ്പോൾ ജാനകി പറഞ്ഞിട്ട്, മോളെ അത് ഒറിജിനൽ ഡയമണ്ട് നെക്ലസ് ആണെങ്കിൽ മിക്കവാറും അത് ആദർശ് വാങ്ങിച്ചു കൊടുത്തതായിരിക്കും, അവരാണെങ്കിൽ എപ്പോഴും ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞ് അവളുടെ പുറകെ തന്നെ നടക്കുകയല്ലേ, അപ്പോൾ അവളുടെ സന്തോഷത്തിന്, അവൾക്ക് ഈ അവാർഡ് കിട്ടിയ സന്തോഷത്തിൽ അവൻ എങ്ങാനും അവൾക്ക് വാങ്ങിച്ചു കൊടുത്തതായിരിക്കുമെന്ന് പറയും. അനന്തപുരിയിലെ മുഴുവൻ സ്വത്തും ഇപ്പം അമ്മാനമാടുന്നത് ആദർശല്ലേ, അപ്പോൾ പിന്നെ എത്ര വിലപിടിപ്പുള്ള നെക്ലസ് വേണമെങ്കിലും അവൻക്ക് അവൻ്റെ സ്വന്തം ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാമല്ലോ എന്ന് പറയട്ടെ ജാനകി. അന്നേരം അനാമിക പറയുന്നുണ്ട്, അമ്മേ അങ്ങനത്തെ ഒരു നെക്ലസിന് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാ, ഞാൻ ആരോട് പറയാനാ, എൻ്റെ ഭർത്താവാണെങ്കിൽ ഒരു ചെറിയൊരു മാല പോലും എനിക്ക് ഇതുവരെ വാങ്ങിച്ചു തന്നിട്ടില്ല. അപ്പോൾ ജാനകി പറഞ്ഞിട്ട്, മോള് വിഷമിക്കാതിരിക്ക്, എല്ലാം ശരിയാവും, അനിയുടെ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം വരും. അനാമികയ്ക്ക് ഏതായാലും ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ റൂമിലേക്ക് പോകുന്ന സമയത്തിന് ദേവേനെ കാണുന്നുണ്ട്. ദേവേനെ കണ്ട ഉടനെ തന്നെ അനാമിക വീണ്ടും ചോദിക്കുന്നത്, അതേ വല്യമ്മേ, എന്നാലും അവൾക്ക് ആ ഡയമണ്ട് നെക്ലസ് ആര് വാങ്ങിച്ചു കൊടുത്തതായിരിക്കും? വല്യമ്മ ശ്രദ്ധിച്ചിരുന്നോ, അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു ഡയമണ്ട് നെക്ലസ് അതിന് നല്ല മൂല്യമുള്ളതാണ്. ആദർശേട്ടനെ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തതാണെങ്കിൽ ഓക്കെ, പക്ഷേ ഇത്ര മാത്രം വില മൂല്യമുള്ള ആഭരണങ്ങളൊക്കെ ആ ക്ലബ്ബുകാർ ഇവൾക്ക് വാങ്ങിച്ചു കൊടുക്കുമോ? അവളുടെ സംസാരം കേട്ടിട്ട് ആദർശിന് അത് വാങ്ങിച്ചു കൊടുത്തതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവളിപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയിലെ ചീഫ് ഡിസൈനർ ആണ് എന്നൊക്കെ പറഞ്ഞ് ജ്വല്ലറിയിലേക്ക് പോകുന്നുണ്ടല്ലോ, ഒരു പക്ഷേ ഇനി അവൾ അവിടെ നിന്നും അടിച്ചു മാറ്റിയതാണെന്ന് ആർക്കറിയാമെന്നൊക്കെ പറയാണ് അനാമിക. ഇത് കേൾക്കുന്ന സമയത്തിന് ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ടതിൻ്റെ മനസ്സിൽ പറയുന്നത്, എടി നിന്നെ പോലെ എൻ്റെ മരുമകൾ ഒരിക്കലും മോഷ്ടിക്കില്ലടി എന്ന് പറയും. എന്നിട്ട് ദേവേനെ അനാമികയോടായിട്ട് പറഞ്ഞിട്ട്, മോളെ നീ അത് വിട്ടുകള, അത് ചിലപ്പോൾ 500 രൂപയുടെ മാലയായിരിക്കും, അല്ലാതെ അത്രമാത്രം വിലപിടിപ്പുള്ള നെക്ലസൊക്കെ അവൾക്ക് ആര് വാങ്ങിച്ചു കൊടുക്കാനാ? ആദർശ് അങ്ങനെ ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അത് എന്നോട് പറയാതിരിക്കില്ല. പിന്നെ അത്ര വലിയ വില മൂല്യമുള്ള ഡയമണ്ട് നെക്ലസൊക്കെ വാങ്ങിക്കാനുള്ള പണമൊന്നും അവളുടെ കയ്യിലില്ല. അപ്പോൾ അനാമിക പറയുന്നത്, അത് പിന്നെ വല്യമ്മേ, നയനേച്ചിയുടെ കഴുത്തിൽ ആ ഒരു മാല കിടക്കുന്നത് കാണുന്ന സമയത്തിന് എനിക്കും അതുപോലെ ഡയമണ്ട് നെക്ലസ് വേണമെന്ന ആഗ്രഹമുണ്ടെന്ന് പറയും. അപ്പോൾ ദേവേനെ പറയുന്നത്, അതിനെന്താ മോളെ, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നീ നിന്റെ അനിയോട് പറയേ, നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നീ നിന്റെ ഭർത്താവിനോട് പറയണമെന്നിങ്ങനെ ദേവേനെ പറയുന്ന സമയത്തിന് ഭയങ്കര സങ്കടപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവാണ് അനാമിക. ദേവേന ഏതായാലും അവിടെ നിന്ന് സന്തോഷത്തോടു കൂടി നേരെ നയനയുടെ ബെഡ്റൂമിലേക്ക് പോവാണ്. എന്നിട്ട് വാതിലൊക്കെ ലോക്ക് ചെയ്തുകൊണ്ടായിരിക്കട്ടെ സംസാരിക്കുന്നത്. ദേവേനെ പറയുന്നുണ്ട്, മോളെ ഇവിടെ നിന്നെ വീഴ്ത്താനും എന്നെ വീഴ്ത്താനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അവരുടെ മുന്നിലൊക്കെ നമ്മൾ രണ്ടുപേരും നന്നായിട്ട് അഭിനയിക്കണമെന്ന് മാത്രമല്ല അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരെ നമുക്ക് നല്ലോണം വീഴ്ത്തുകയും ചെയ്യണം. അപ്പോൾ നയനെ പറഞ്ഞിട്ട്, അതേ അമ്മേ, ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്തിന് അനാമികയും ജലജപ്പിച്ചൊക്കെ എന്നോടൊന്ന് ഉടക്കി, എന്നിട്ട് ഈ മാല എവിടുന്നാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട ഒരാളെ എനിക്ക് സമ്മാനമായിട്ട് തന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട്, തൽക്കാലം ഇത് ഡയമണ്ട് ആണെന്ന കാര്യമൊന്നും അവരറിയണ്ട, പിന്നെ ഞാനാണിത് നിനക്ക് സമ്മാനിച്ചതെന്ന് ഒരിക്കലും അറിയണ്ട. ആ അനാമികക്ക് ഭയങ്കര കുശുമ്പാണ്, അവൾ എന്നോട് വന്നിട്ട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തു. അവൾക്ക് എങ്ങനെയെങ്കിലും നമ്മൾ രണ്ടുപേരെയും അടിച്ചു പിരിക്കണമെന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഏതായാലും അവരാര് ശ്രമിച്ചാലും അവരുടെ ഒന്നും ആഗ്രഹം ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നയനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ദേവയാനി. ദേവേന ഏതായാലും മുറിയിൽ നിന്നിങ്ങനെ പിന്നീട് അങ്ങനെ നയനയും ദേവേനയും ഹാളിലിരിക്കുന്ന സമയത്തായിരിക്കട്ടെ നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. നവ്യ വന്നിട്ട് പറയുന്നത്, മോളെ നീ അവാർഡ് വാങ്ങിക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ കണ്ടു, അല്ല അമ്മായി ഫോട്ടോസിലും വീഡിയോസിലൊന്നും കണ്ടില്ലല്ലോ, അമ്മായി അങ്ങോട്ടേക്ക് വന്നിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ദേവേനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് തന്നെയല്ലേ പോയത്. നവ്യോട് അങ്ങ് ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ടതിന് ദേവേന അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തായിരിക്കട്ടെ നയനയുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു മാല നവ്യ കാണുന്നത്. ആ മാല കാണുന്ന സമയത്തിന് നവ്യക്ക് ഭയങ്കര അത്ഭുതമായിരിക്കും. എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട്, അല്ല നയനെ, ഇത് ആ മാലയല്ലേ അന്ന് നീ ആ ഡിസൈനായിട്ട് എനിക്ക് കാണിച്ചു തന്ന മാല? അല്ല ഇത് നിനക്ക് ആര് വാങ്ങിച്ചു തന്നതാ? ആദർശേട്ടൻ വാങ്ങിച്ചു തന്നതാണോ? ഇത്ര പെട്ടെന്ന് നീ ഇത് പണി കഴിപ്പിച്ചോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നയന പറഞ്ഞിട്ട്, അല്ല ചേച്ചി, ഇതൊരാൾ എനിക്ക് സമ്മാനമായിട്ട് തന്നതാന്ന് പറയുന്ന സമയത്തന്നെ, ഓ ആദർശേട്ടനായിരിക്കും അല്ലേ എന്ന് ചോദിക്കും.
അപ്പോൾ നയൻ അങ്ങനെ പറയാതെ പറയുന്നത് അതേ ചേച്ചി എനിക്ക് ഒത്തിരിയധികം ഇഷ്ടപ്പെട്ട ഒരാൾ എനിക്ക് സമ്മാനമായിട്ട് തന്നതാണെന്ന് പറഞ്ഞ് നയൻ ഇങ്ങനെ ഒരു ചെറുപുഞ്ചിരിയോടെ നിൽക്കുകയാണ്. ഇത് കേൾക്കുന്ന സമയത്തിന് നവ്യക്കും ഒത്തിരി സന്തോഷമായിരിക്കും. നവ്യ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഒത്തിരിയധികം സന്തോഷമായി മോളെ. നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിനക്കെല്ലാം വാങ്ങിത്തരാൻ നിന്റെ ആദർശേട്ടനുണ്ടല്ലോ. എനിക്ക് ഈ ജന്മം ഒരിക്കലും അങ്ങനെ ഒരു ഭാഗ്യമുണ്ടാവാൻ പോകില്ല. ആദർശേട്ടൻ ഒരിക്കലും എന്നെ മനസ്സിലാക്കാനും പോകുന്നില്ല. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, നിന്റെ അമ്മായിയമ്മ നിന്നെ ഒരുപാടധികം സ്നേഹിക്കുന്നുണ്ട് മോളെ. പുറമേ അവരത് കാണിക്കുന്നില്ലെങ്കിലും അമ്മായിയമ്മക്ക് ഒരുപാട് മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നി. എന്താണെങ്കിലും എൻ്റെ അമ്മായിയമ്മയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഭാഗ്യമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നയന പറഞ്ഞിട്ട് ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നയൻ എങ്ങനെ നവ്യെ ആശ്വസിപ്പിക്കും. നയനയുടെ സന്തോഷമെല്ലാം കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ കലിതുള്ളി അനാമികൻ്റെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്തായിരിക്കട്ടെ അനിയെ കാണുന്നത്. അനിയോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് കലിതുള്ളിക്കൊണ്ട് തന്നെ അനാമിക സംസാരിക്കുന്നുണ്ട്. എടാ അനി, നീ അറിഞ്ഞോ നിന്റെ ഏട്ടത്തിക്ക് വലിയൊരു അവാർഡൊക്കെ കിട്ടിയ കാര്യം? അപ്പോൾ അനി പറഞ്ഞിട്ട് അതെ ഞാൻ അറിഞ്ഞു, ന്യൂസിലൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിരുന്നു. എനിക്ക് ഒത്തിരിയധികം സന്തോഷമായി. നയനേട്ടത്തി അർഹിച്ചത് തന്നെയാണ് അത് എന്നൊക്കെ പറയും. ഏട്ടത്തിക്ക് അതിനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് ഏട്ടത്തിക്ക് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയത്. എടി അതിനൊന്നും നീ ഇങ്ങനെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് പറയുന്ന സമയത്തിന് അനാമിക ചോദിക്കുന്നത് ആർക്കടാ അസൂയുള്ളത്? എന്തൊക്കെയോ വരച്ചു കൂട്ടി വെച്ചിട്ട് അത് വലിയൊരു ഡിസൈനാണെന്നും പറഞ്ഞ് പൊക്കി പിടിച്ച് നടന്നിട്ട് അതിൻ്റെ പേരിൽ ഒരു ക്ലബ്ബിൽ നിന്ന് ചെറിയൊരു അവാർഡ് കിട്ടിയെന്ന് വിചാരിച്ച് ഞാൻ എന്തിനാ അതിനെ അസൂയപ്പെടുന്നത്? അപ്പോൾ അനി ചോദിക്കുന്നുണ്ട് പിന്നെ നീ എന്തിനാ ആ കാര്യം എന്നോട് പറയുന്നത്? നയനേച്ചിക്ക് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേക്കും നിന്റെ മുഖത്തൊരു വിഷമവും വെപ്രാളൊക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട് അതിടാ എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് അനി ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് എനിക്ക് ഈ വിഷമം? അനാമിക പറയുന്നുണ്ട് അവൾക്ക് അവാർഡ് കിട്ടിയതിലൊന്നല്ല എനിക്ക് വിഷമം. അവൾക്ക് അവാർഡ് കിട്ടിയപ്പോഴേക്കും അവൾക്ക് ആദർശേട്ടൻ വാങ്ങിച്ചു കൊടുത്തത് കണ്ടോ, ഒരു ഡയമണ്ട് നെക്ലസ്. അതും ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഡിസൈനിലെ നെക്ലസ് ആണ് ആദർശേട്ടൻ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. അതൊക്കെ കാണുന്ന സമയത്താണ് എനിക്ക് അസൂയ തോന്നുന്നത്. അല്ല ഞാൻ അങ്ങനെ ഒരെണ്ണം ആഗ്രഹിച്ചാൽ നീ എനിക്ക് വാങ്ങിച്ചു തരുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനി പറഞ്ഞിട്ട് അത് നീ ചിന്തിക്ക പോലും വേണ്ട അനാമികയെ, അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാനൊന്നും പോകുന്നില്ല. കാരണം അത്രമാത്രം വിലപിടിപ്പുള്ളത് വാങ്ങിക്കാനുള്ള പണം എൻ്റെ കയ്യിലില്ല എന്ന് മാത്രമല്ല നീ ഒരിക്കലും അത് അർഹിക്കുന്നുമില്ല. ഇത് കേൾക്കുന്ന സമയത്തിന് അനാമിക അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട് പിന്നെ ആരാടാ അർഹിക്കുന്നത്? നിന്റെ ആ നന്ദുവായിരിക്കുമല്ലേ? അവൾ പറയുകയാണെങ്കിൽ നീ ചിലപ്പോൾ അതുപോലത്തെ ഒരു ഡയമണ്ട് നെക്ലസ് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുമായിരിക്കും. ഞാൻ പറഞ്ഞാൽ മാത്രമല്ലേ നിനക്കൊരു ഡയമണ്ട് നെക്ലസ് വാങ്ങിച്ചു തരാൻ പറ്റാത്തുള്ളൂ. അപ്പോൾ അനി പറഞ്ഞിട്ട് ആയിക്കോട്ടെ അങ്ങനെയെങ്കിൽ അങ്ങനെ. അനാമിക്ക് നിന്റെ ഈ സ്വഭാവമാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്തൊക്കെ നീ ആ നന്ദുവിൻ്റെ പേര് ഇങ്ങോട്ടേക്ക് വലിച്ചിടേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ട് നന്ദു എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണെന്ന്. ഞങ്ങൾ തമ്മിൽ അരുതാത്ത ഒരു ബന്ധവുമില്ല. പക്ഷേ നീ എപ്പോഴും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിലൊരു പക്ഷേ കൈവിട്ടു പോയെന്ന് വരും. നീ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ മനസ്സിനെ ആ രീതിയിലൊന്നും പാകപ്പെടുത്തിയേക്കരുത് എന്ന് പറയണ നീ. അപ്പോൾ അനാമിക പറയുന്നില്ല അല്ലെങ്കിലും എനിക്കറിയാമായിരുന്നില്ല നീ ആ നന്ദുവിൻ്റെ പുറകെ പോകുമെന്ന്. നിന്റെ മനസ്സിലിരിപ്പ് അതാണെന്ന് എനിക്കറിയാം. ഏതായാലും അനന്തപുരിയിൽ ഞാൻ കയറി പറ്റിയ സ്ഥിതിക്ക് വെറും കൈയോടെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അനാമിക ഏതായാലും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് നേരെ പോയിട്ട് രേവതിയെ ഫോൺ ചെയ്തുകൊണ്ട് തന്നെ കാര്യം പറയണ അമ്മ അറിഞ്ഞില്ലേ ആ നായനക്ക് വലിയൊരു അവാർഡ് കിട്ടി. അപ്പോൾ രേവതി പറഞ്ഞിട്ട് അതേ മോളെ അത് ഞാനും ടി വിയിൽ കണ്ടു. അവളിങ്ങനെ അവാർഡ് പൊക്കി പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിലും ആരൊക്കെയാണാവോ അവൾക്കൊക്കെ ഇങ്ങനെ അവാർഡ് കൊടുക്കാനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അനാമിക പറഞ്ഞിട്ട് അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അവൾക്ക് അവാർഡ് കിട്ടിയതിനൊന്നും എനിക്ക് വിഷമമില്ല. ഈ വീട്ടിൽ നിന്ന് ആർക്കും തന്നെ അവളുടെ അവാർഡ് ഫംഗ്ഷൻ കാണാൻ പോകാനൊന്നും താല്പര്യമില്ലായിരുന്നു. പക്ഷേ അവൾ നിർബന്ധം പിടിച്ച് ഇവിടെ നിന്ന് വല്യമ്മയെ കൂട്ടിക്കൊണ്ടുപോയെങ്കിലും വല്യമ്മയ്ക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. സ്വന്തം മരുമകൾക്ക് ഒരു അവാർഡ് കിട്ടുന്നതിന് അവർക്ക് പോലും സന്തോഷമില്ല. പിന്നെ ഞാനെന്തിനാ അതിനെ അസൂയപ്പെടുന്നത്? എനിക്കതൊന്നുമല്ല അമ്മേ വിഷമം. അവൾ തിരികെ വന്ന സമയത്ത് തന്നെ അവളുടെ കഴുത്തിലൊരു ഡയമണ്ട് നെക്ലേസ് കിടക്കുന്നു, അതും പുതിയ ലേറ്റസ്റ്റ് ഡിസൈനിലുള്ളത്. എന്നാൽ അത് അവൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന കാര്യത്തിലാണ് എനിക്ക് സംശയം. അന്നേരം രേവതി ചോദിക്കുന്നത് അതിനിപ്പോൾ എന്താ ഇത്ര സംശയിക്കാനിരിക്കുന്നത്? അത് ആദർശില്ലേ പെൺകോന്തൻ, അവൻ വാങ്ങിച്ചു കൊടുത്തതായിരിക്കും. അവൻ എപ്പോഴും ഭാര്യയുടെ വാലി തൂങ്ങി നടക്കില്ല. അവൾ പറഞ്ഞാൽ പിന്നെ ഡയമണ്ട് നെക്ലസ് എന്നല്ല എന്ത് വേണമെങ്കിലും അവൻ വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറയും. അപ്പോൾ അനാമിക പറഞ്ഞിട്ട് അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ അമ്മേ, പക്ഷേ അവളുടെ കഴുത്തിൽ ആ ഒരു ഡയമണ്ട് നെക്ലസ് കണ്ടത് മുതൽ എനിക്ക് അങ്ങനത്തെ ഒന്ന് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കും അങ്ങനത്തെ എന്തിനൊന്ന് കൊതി തോന്നുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ നിനക്കൊന്ന് വാങ്ങിക്കണമെങ്കിൽ നീ അനിയോട് പറയുമെന്ന് പറയും. അപ്പോൾ അനാമിക പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ അവനോട് പറഞ്ഞു നോക്കിയമ്മേ, പക്ഷേ ഒരു രക്ഷയുമില്ല. അങ്ങനെ ഒരു നെക്ലസ് വാങ്ങിച്ചു തരാനൊന്നും അവനെ കൊണ്ട് പറ്റില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ രേവതി പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ മോളെ നിന്റെ വിധി എന്ന് പറയുന്ന സമയത്തിന് അനാമിക പറഞ്ഞിട്ട് അതേ അമ്മേ, എന്തായാലും അധികം വൈകാതെ അനിയമായിട്ട് പിരിഞ്ഞുകൊണ്ട് എനിക്ക് ഈ അനന്തപുരിയിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരും. പടിയിറങ്ങുന്നതിന് മുൻപേ തന്നെ ഈ അനന്തപുരിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൈക്കലാക്കാൻ നോക്കണം. അത് മാത്രമേ ഇപ്പോൾ എൻ്റെ ലക്ഷ്യമുള്ളൂ. അപ്പോഴേക്കും വീണ് ഫോൺ വാങ്ങിച്ചുകൊണ്ട് തന്നെ അനാമികയോട് പറഞ്ഞിട്ട് എൻ്റെ പൊന്നു മോളെ നീ എങ്ങാനും അവിടെ നിന്നും ഇറങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതിന് മുൻപേ തന്നെ നിന്നോട് അവിടെ നിന്ന് കുറച്ചധികം പണവും സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അനാമിക ചോദിക്കുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നാണ് അച്ഛൻ ഈ പറയുന്നത്? അതെ, വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ വല്യമ്മ തന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ അച്ഛനല്ലേ ഞാൻ കൊണ്ടുവന്ന് തന്നത് എന്ന് ചോദിക്കും.
അപ്പോൾ വേണു പറഞ്ഞിട്ട് അതേ മോളെ നീ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവോ? നമുക്കാണെങ്കിൽ ചുറ്റുപുറവും കടവാണ്. എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരുപാടധികം പൈസ നമുക്ക് വേണം. നീ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കുറച്ച് പണവും സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റാൻ നോക്ക്. അതിനുശേഷം അനിയുമായിട്ട് ഡിവേഴ്സ് ആയതിനു ശേഷം അതിൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചധികം പറഞ്ഞ് വാങ്ങിക്കാമെന്നേ. അപ്പോൾ അനാമിക പറഞ്ഞിട്ട് അതേ അച്ഛാ, അതൊക്കെ ഞാനും മനസ്സിൽ കരുതി കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നും എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റണമെങ്കിൽ തന്നെ വല്യമ്മയുടെ സ്വർണ്ണം മാത്രമേ ഇവിടെയുള്ളൂ. എൻ്റെ അമ്മായിമ്മക്കാണെങ്കിൽ 10 പൈസക്ക് നിവൃത്തിയില്ല. പിന്നെ വല്യമ്മയുടെ കയ്യിലാണെങ്കിൽ ഇഷ്ടംപോലെ സ്വർണ്ണാഭരണങ്ങളുണ്ട്. അതെങ്ങനെയെങ്കിലും ആ ലോക്കറിൽ നിന്ന് അടിച്ചു മാറ്റിയേ മതിയാവൂ എന്ന് പറയും. അനാമികയുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് തന്നെ ദേവേന അവിടെ നിൽക്കുന്നുണ്ടാവും. ദേവേന ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ ഇവളാള് കൊള്ളാലോ. അപ്പോൾ എൻ്റെ സ്വർണ്ണാഭരണം അടിച്ചു മാറ്റാനല്ലേ ഇവളുടെ പ്ലാന്. അതേതായാലും ഞാൻ നടത്തി കൊടുക്കാമെന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് നിൽക്കുകയാണ് ദേവയാനി. അനാമിക ഇങ്ങനെ അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛാ, അമ്മയെ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടണം. ഞാനും അമ്മയും ചേർന്നുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും വല്യമ്മയുടെ ഷെൽഫിൽ നിന്ന് കുറച്ച് ആഭരണങ്ങളൊക്കെ അടിച്ചു മാറ്റാൻ നോക്കാം. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഏതായാലും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. മോഷ്ടിച്ചതിന് ശേഷം അതെല്ലാം തന്നെ ആ നയനെ കുറ്റക്കാരിയാക്കി നയനയുടെ തലയിൽ അങ്ങ് വെച്ചു കൊടുക്കാമെന്ന് പറയും. ഇപ്പോൾ അമ്മായിയമ്മയും മരുമകളും വലിയൊരു സ്വരച്ചേർച്ചയിലൊന്നുമല്ല. മരുമകളാണ് സ്വർണം അടിച്ചു മാറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയമ്മ തന്നെ മരുമകളെങ്ങ് പുറത്താക്കിക്കോളും എന്നൊക്കെ പറയും. അങ്ങനെ ദേവയാനിയുടെ സ്വർണം കൈക്കലാക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം തന്നെ രേവതി അനന്തപുരി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. രേവതി വന്നു കഴിയുന്ന സമയത്തിന് അനാമികയോട് പറഞ്ഞിട്ട് അതേ മോളെ, ഇനി എനിക്ക് അധിക സമയമൊന്നുമില്ല. ഒരുപാട് ദിവസം ഇവിടെ നിൽക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ അറിയാലോ. ഞാൻ വന്ന സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് തന്നെ സ്വർണം അടിച്ചു മാറ്റിയതിന് ശേഷം എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്നൊക്കെ പറയാണ് രേവതി. അങ്ങനെ അന്ന് രാത്രി രേവതിയും അനാമികയും കൂടി ദേവയുടെ മുറിയിലേക്ക് കയറി ചെന്നതിന് ശേഷം ലോക്കറൊക്കെ കുത്തി തുറന്ന് അതിൽ നിന്ന് ആ ഒരു സ്വർണ്ണാഭരണങ്ങളെല്ലാം എടുക്കുന്നുണ്ട് പെട്ടിയോടെ തന്നെ. എന്നാൽ ഇവർ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ദേവേനെ നേരത്തെ അറിഞ്ഞതുകൊണ്ട് തന്നെ ദേവേനും അവർക്കിട്ടൊരു പണി ഒപ്പിച്ചു വെക്കും. രേവതി ഏതായാലും വളരെയധികം സന്തോഷത്തോടു കൂടിയായിരിക്കും വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. വേണുവിനെ കണ്ടുകൊണ്ട് തന്നെ രേവതി പറയുന്നത്, ദേ വേണുവേട്ടാ, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ സ്വർണ്ണമൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതിന് ഇപ്പം തന്നെ നമുക്ക് പണയം വെച്ചോ വിറ്റോ എങ്ങനെയെങ്കിലും പെട്ടെന്ന് കാശാക്കിയെടുക്കണമെന്ന് പറയും. അപ്പോൾ വേണു പറയുന്നത് താൽക്കാലികം നമുക്കിത് പണയം വെക്കാം, അതിനുശേഷം സൗകര്യം പോലെ വിൽക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയും. രേവതി പറയുന്നുണ്ട് ശരിയാണ്, തൽക്കാലം ഇപ്പം നമുക്ക് പണത്തിനാണല്ലോ ആവശ്യം. ഇപ്പം തന്നെ നമുക്കിത് പണയം വെച്ചിട്ട് പൈസയാക്കി മാറ്റണം. ഏകദേശം 150 പവനിൻ്റെ മുകളിലെങ്കിലും സ്വർണ്ണം കാണുമെന്നൊക്കെ പറയും. വേണു പറയുന്നത് എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ ചെന്നാൽ പെട്ടെന്ന് തന്നെ കാര്യം സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് സ്വർണ്ണവുമായിട്ട് വേണു അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട്. വേണു ഏതായാലും അറിയാവുന്ന ആളുടെ അടുത്തേക്ക് സ്വർണ്ണം കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം പണം തിരിച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ പണവുമായിട്ട് വേണു തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്തായിരിക്കട്ടോ ദേവയാനിയും അനാമികയൊക്കെ പോലീസിന്റെ കൂടെ തന്നെ വേണുവിന്റെ വീട്ടിലേക്ക് വരുന്നത്. വേണുവിന്റെ വീട്ടിലേക്ക് എത്തുന്ന പോലീസ് വേണുവിനെ പിടിച്ച് ചോദ്യം ചെയ്യും. പോലീസ് ചോദിക്കുന്നുണ്ട്, എടോ തനിക്ക് എവിടുന്നാണോ ഈ സ്വർണം കിട്ടിയതെന്ന് ചോദിക്കുന്ന സമയത്തിന് വേണു പറയുന്നുണ്ട് ഇതൊക്കെ എൻ്റെ സ്വർണ്ണാഭരണങ്ങളാ, എൻ്റെ ഭാര്യയുടെ സ്വർണ്ണങ്ങളാണെന്ന് പറയും. എന്താ സാറേ, എൻ്റെ ഭാര്യയുടെ സ്വർണം എനിക്ക് പണയം വെക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുന്ന സമയത്തിൻ്റെ പോലീസുകാരൻ ചോദിക്കുന്നുണ്ടോ, ഓഹോ അങ്ങനെയാണോ, ഇത് തൻ്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണോ എന്ന് ചോദിക്കും. അപ്പോൾ വേണു പറഞ്ഞിട്ട് പിന്നെ അല്ലാതെ വല്ലവരുടെ സ്വർണ്ണവും ഞാൻ പണയം വെക്കാൻ പോകുമെന്നൊക്കെ ചോദിക്കുന്ന സമയത്തായിരിക്കട്ടോ ദേവേനി അങ്ങോട്ടേക്ക് വരുന്നത്. ദേവേനി വന്നിട്ട് വേണുവിനോട് ചോദിക്കുന്നുണ്ട് ശരിക്കും ഇത് രേവതിയുടെ സ്വർണം തന്നെയാണോ വേണു എന്ന് ചോദിക്കുന്ന സമയത്തായിരിക്കും വേണു അങ്ങ് ഞെട്ടിപ്പോകുന്നത്. ഈ സമയത്ത് തന്നെ അനാമിക ഇങ്ങനെ കൈകൊണ്ടൊക്കെ ആക്ഷൻ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ആകെ പേടിച്ച് വിറച്ച് എന്താ കാര്യമെന്ന് മനസ്സിലാവാതെ വേണു രേവതി ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കും. SI പറഞ്ഞിട്ട് വേണു താൻ ഒരുപാടധികം ഫ്രോഡ് പണികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സ്വന്തം മകളെ കല്യാണം കഴിപ്പിച്ച വീട്ടിൽ നിന്നും ഇങ്ങനൊരു ഫ്രോഡ് പണി താൻ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. വേണുവിന് കാര്യം മനസ്സിലാവാതെ വേണു ഇങ്ങനെ അനാമികയോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ പറ്റിയതെന്ന് ചോദിക്കുന്ന സമയത്തിന് അനാമിക പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതച്ചാ അത് സ്വർണ്ണമല്ലായിരുന്നു, അതൊക്കെ മുക്കുപണ്ടങ്ങളാണ്. അപ്പോൾ വേണു ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് മുക്കുപണ്ടമാവുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ദേവയാനി അങ്ങ് ചിരിക്കാട്ടോ. ദേവയാനി ചോദിക്കുന്നുണ്ട് അനാമികയെ നീ എന്തിനാ എൻ്റെ പണം മോഷ്ടിക്കാൻ നോക്കിയത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അനാമിക പറയുന്നുണ്ട് അത് പിന്നെ വല്യമ്മേ, എൻ്റെ അച്ഛന് പെട്ടെന്നൊരു പണത്തിന് ആവശ്യം വന്നു. അച്ഛൻ്റെ കഷ്ടപ്പാട് കണ്ടുകൊണ്ട് തന്നെ ഞാൻ അതെടുത്തിട്ട് അച്ഛന് കൊടുത്തത് താൽക്കാലികം എങ്ങനെയെങ്കിലും പണയം വെച്ചിട്ട് അച്ഛൻ്റെ കഷ്ടപ്പാടൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പണമായതിനു ശേഷം വല്യമ്മയുടെ സ്വർണ്ണം ഞാൻ തിരികെ വെക്കാമെന്നൊക്കെ വിചാരിച്ചതാന്ന് പറയുന്ന സമയത്തിന് ദേവേനിക്ക് അങ്ങ് ദേഷ്യം വരും. എന്നിട്ട് ദേവേനി ചോദിക്കുന്നുണ്ട് ഓഹോ അങ്ങനെയാണോ കാര്യങ്ങൾ, ഞാൻ പോലും അറിയാതെ എൻ്റെ സ്വർണ്ണാഭരണങ്ങളെല്ലാം കട്ടെടുത്ത് വന്നിട്ട് നീ നിൻ്റെ അച്ഛന് കൊടുത്തു വിടുമല്ലേ. അപ്പോൾ അനാമിക പറഞ്ഞിട്ട് അയ്യോ വല്യമ്മേ, ഞാൻ അങ്ങനെ മോഷ്ടിച്ചതൊന്നുമല്ല, ഏതായാലും വല്യമ്മയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ എനിക്കുള്ളത് തന്നെ ആയിരിക്കുമല്ലോ. എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ പോലും വല്യമ്മയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം എനിക്ക് തന്നെയല്ലേ തന്നത്. ഇനിയിപ്പോൾ വല്യമ്മയുടെ ആഭരണങ്ങൾ മുഴുവൻ എനിക്കുള്ളതാണെന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് വല്യമ്മ എന്നോട് ക്ഷമിക്കണം. എന്നാലും വേണുവിനൊരു സംശയം, എന്നാലും മോളെ അതെങ്ങനെ പിന്നെ മുക്കുപണ്ടമായതെന്ന് ചോദിക്കുന്ന സമയത്തിന് ദേവേനെ അതിന് മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വേണു, നീയും നിൻ്റെ മോളും സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കേട്ടിരുന്നു. എൻ്റെ അൽമാറയിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടതിന് നിങ്ങൾക്കത് കൊണ്ടുപോയി വിൽക്കണമല്ലേ, എന്നിട്ട് പാവം എൻ്റെ നയനമോളെ നിങ്ങൾക്കങ്ങ് കള്ളിയാക്കണം.
നിങ്ങളുടെ പ്ലാനെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവെച്ച് മുക്കുപണ്ടം വെച്ചത് ഞാൻ തന്നെയാണെന്ന് പറയാട്ടോ ദേവയാനി. ഇതൊന്നും അറിയാതെയാണ് നിങ്ങളുടെ മകൾ അനാമിക അത് കട്ടെടുത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് പണയം വെക്കാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്നത്. മുക്കുപണ്ടം പണയം വെച്ചതിനാണ് പോലീസ് ഇപ്പം നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നത്. ഏതായാലും നിങ്ങൾ അവരുടെ കൂടെ പോയിക്കോ. അനന്തപുരിക്കാർ ഇടപെട്ടൊരു കേസാക്കിയാൽ അത് പിന്നീട് വലിയ വിഷയമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മുക്കുപണ്ടം പണയം വെക്കാൻ പോകുന്നതിന്റെ പേരിലായിരിക്കും കേസ് എടുക്കുന്നത്. വേണു ഏതായാലും ഇനി കുറച്ചു കാലം അകത്ത് കിടക്കട്ടെ. അച്ഛനും അമ്മക്കും മോൾക്കും എന്നാലേ പടിയുള്ളൂ. ഇനി ഏതായാലും അനാമിക തിരിച്ച് അനന്തപുരി വീട്ടിലേക്ക് വരണമെന്നൊന്നുമില്ല. ഇതുപോലെ കള്ളത്തരങ്ങൾ മാത്രം ചെയ്യുന്ന കുടുംബത്തിലെ പെണ്ണ് അനക്ക് ഭാര്യയായിട്ട് വരണമെന്നുമില്ല. അനാമിക ഏതായാലും ഇതിൽ കൂട്ടുപ്രതിയായതുകൊണ്ട് തന്നെ പോലീസുകാർ വന്നിട്ട് വേണുവിനെ രേവതിയും അനാമികയും അറസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്നങ്ങ് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടിയായിരിക്കട്ടോ ദേവയാനി വീട്ടിലേക്ക് മടങ്ങുന്നത്. പത്തരമാറ്റ് സീരിയലിൽ ഇനി അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്.